സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ നവന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 1000 രൂപയ്ക്ക് താഴെ മീഷോയിൽ കിട്ടുന്ന കുറച്ച് ഗാഡ്ജറ്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 5 ഗാഡ്ജറ്റ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന അടിപൊളി ഗാഡ്ജറ്റ്സ് തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. യു ആർ വാച്ചിങ് ആൻഡ് ടെക്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യത്തെ ഗാഡ്ജറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡാറ്റ കേബിൾ സെറ്റാണ്. അതും 60 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉള്ള ഒരു ഡാറ്റ കേബിൾ സെറ്റാണ്. ഇതിൻ്റെ അകത്ത് ടൈപ്പ് സി USB കേബിളാണ് വന്നിട്ടുള്ളത്. ഇതിന് കുറച്ച് ഫീച്ചേഴ്സ് അധികമുണ്ട്. കാരണം ഈ ഒരു കേബിൾ ഉപയോഗിച്ച് നമുക്ക് മൾട്ടി ഇൻ്റർഫേസ് കൺവേർഷൻ നടത്താനായിട്ട് സാധിക്കും. അതായത് ആൻഡ്രോയിഡ് ചാർജ് ചെയ്യാനും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ഈ ഒരു കേബിൾ ഉപയോഗിച്ച് സാധിക്കും. അതായത് ആൻഡ്രോയിഡ്, iOS, ടൈപ്പ് സി ഡിവൈസുകളിലൊക്കെ ഈ ഒരു ഇത് നമുക്ക് ഉപയോഗിക്കാം. അതായത് ടൈപ്പ് സി ടു ടൈപ്പ് സി, USB A to ടൈപ്പ് സി, USB A to മൈക്രോ, ടൈപ്പ് സി ടു മൈക്രോ, ടൈപ്പ് സി ടു ലൈറ്റ്നിങ്, USB A to ലൈറ്റ്നിങ്, അങ്ങനെയുള്ള പലതരം നമ്മൾ കേബിളൊക്കെ കണക്ട് ചെയ്ത് ഈ ഒരു സംഭവം സെറ്റാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾക്ക് ഈ വട്ടം വരച്ച് ഞാനൊരു റൗണ്ട് വരച്ച് കാണിച്ചുള്ള ആ ഒരു മൈക്രോ USB പിന്നാണ് നിങ്ങൾക്ക് കണക്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെയായിട്ട് കണക്ട് ചെയ്യാം. അതായത് ഇങ്ങനെ ഈ ടൈപ്പ് സി ഇങ്ങനെ നമ്മൾ മൊബൈലിൽ കണക്ട് ചെയ്യുന്ന പോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ ഈ ഒരു സാധനം അതായത് USB A ഇവിടെ കണക്ട് ചെയ്ത് ഈ ഒരു ലൈറ്റ്നിങ് നമ്മൾ ഇവിടെയും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഐഫോണൊക്കെ ചാർജ് ചെയ്യാം. iOS ടൈപ്സ് ഉള്ള എല്ലാ ഇതും നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഉള്ളത് ഈ ഒരു ഭാഗങ്ങൾ നമുക്ക് സിം കാർഡൊക്കെ ഈ ഒരു ഇതിൻ്റെ അകത്ത് ഇട്ട് സൂക്ഷിക്കാൻ പറ്റും. പിന്നെ ഒരു സിം ടൂൾ ഇവിടെ വന്നിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ്. നമ്മൾ പുറത്തൊക്കെ പോകുകയാണെങ്കിൽ ഇത് കൊണ്ടുപോയാൽ മതി. പിന്നെ പവർ ബാങ്ക് കണക്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സെക്ഷനിലാണ് വരുന്നത്. അതും അടിപൊളിയായിട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ 28.3 സെൻറ്റിമീറ്ററാണ് ഈ ഒരു കേബിളിൻ്റെ ലെങ്ത്ത് വരുന്നത്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഫോണിൻ്റെ സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാം. അതിനുള്ള ഓപ്ഷൻ ഒരു മീഷോ തന്നെ ഇവിടെ കാണിച്ചെടുത്തിട്ടുണ്ട്. വളരെ വിലക്കുറവിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. കണക്ട് ചെയ്യാനുള്ള സ്ലോട്ടൊക്കെ നമുക്ക് അത് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ നീറ്റ് ആൻഡ് ടൈഡി കൺവീനിയൻ്റ് ആയിട്ട് ഇതൊക്കെ ഉപയോഗിക്കാനായിട്ടും നമുക്ക് വയറുകളൊക്കെ മേടിച്ച് സ്ഥലം ഇതാക്കണ്ട. പിന്നെ 420 MBPS സ്പീഡിൽ നമുക്ക് ഡാറ്റയൊക്കെ ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ 1/2 മീറ്റർ വരെ ലെങ്ത്ത് ഉണ്ടെന്നാണ് ഈ ഒരു കേബിളിന്. 5-in-1 വോൾട്ട്സ് സ്മാർട്ട് കണക്ടിവിറ്റി കേബിൾ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിന് വന്നിട്ടുള്ള വില എന്ന് പറയുന്നത് വെറും 216 രൂപയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാർജിങ് കേബിൾ മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ഗാഡ്ജറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഗാഡ്ജറ്റിലോട്ട് പോവാം. അടുത്തത് ഒരു പോർട്ടബിൾ ഇൻവിസിബിൾ ലാപ്ടോപ്പ് സ്റ്റാൻഡാണ്. ഈ ഒരു സ്റ്റാൻഡ് അലൂമിനിയത്തിൻ്റെയാണ്. 2 പീസസാണ് നമുക്ക് കിട്ടുന്നത്. ഈ 2 പീസ് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ പുറകിലായിട്ട് ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ ഒരു സ്റ്റാൻഡ് നേരെയാക്കിയിട്ട് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് ചാരി വയ്ക്കാം. അതായത് ഇങ്ങനെ പൊക്കി വയ്ക്കാവുന്നതാണ്. ചെറിയ ഹൈറ്റിലും നന്നായിട്ട് ഹൈറ്റിലൊക്കെ നമുക്ക് വയ്ക്കാൻ പറ്റും. ഈ ഒരു സ്റ്റാൻഡ് 10 ഇഞ്ച് മുതലുള്ള 17 ഇഞ്ച് വരെയുള്ള ലാപ്പിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇത് ടാബ്ലറ്റ്സിന്, അതായത് 10 ഇഞ്ചിൻ്റെ ടാബൊക്കെ ഉണ്ടാവില്ല, അതിനൊക്കെ അടിപൊളിയായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഈ ഒരു സ്റ്റാൻഡ് കൂടുതൽ ലാപ്ടോപ്പിന് ഉപയോഗിക്കുന്നത് ലാപ്ടോപ്പിനുള്ളിൽ ഹീറ്റാവും. ആ ഹീറ്റ് നമ്മുടെ ഫാൻ പുറത്തേക്ക് കളയുമ്പോൾ ആ ഒരു ലാപ്പ് നമ്മൾ നിലത്ത് സാധാ വയ്ക്കുകയാണെങ്കിൽ ആ ഒരു ഹീറ്റ് പുറത്തേക്ക് പോവില്ല. പക്ഷേ ഈ ഒരു സ്റ്റാൻഡ് ഉപയോഗിച്ച് വയ്ക്കുകയാണെങ്കിൽ ആ ഹീറ്റ് നമുക്ക് പുറത്തേക്ക് കളയാനായിട്ട് സാധിക്കും. അടിപൊളിയായിട്ട് തന്നെ വർക്കാകും. കൂളാക്കാനായിട്ടാണ്. നമ്മൾ ഈ ഒരു ലാപ്ടോപ്പിന് 17 ഇഞ്ച് വരെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 17 ഇഞ്ചിൻ്റെ ലാപ്ടോപ്പൊക്കെ അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു സ്റ്റാൻഡിൽ ഇരുത്താനായിട്ട് സാധിക്കും. ഈ ഒരു സാധനം ചെറുതാണെങ്കിലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഗാഡ്ജറ്റാണ്. ഈ ഒരു ഗാഡ്ജറ്റിന് നമുക്ക് വന്നിട്ടുള്ള വില 228 രൂപയാണ്. ആ ഒരു വിലയ്ക്ക് നല്ല റേറ്റിംഗും ഉണ്ട്. 3.9 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. പിന്നെ നമുക്ക് ഞാൻ റേറ്റിംഗ് നോക്കിയിട്ടല്ല, ഞാൻ കാര്യമായിട്ട് പറയുന്നതാണ്. ഇത് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ലാപ്ടോപ്പ് ചാരി വയ്ക്കാൻ പറ്റും. കാരണം നമ്മുടെ ലാപ്ടോപ്പിന് വലിയ സ്റ്റാൻഡിനേലും പകരം ഇതുപോലെ ചെറുത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ദൂരെയൊക്കെ യാത്ര, അതായത് ലാപ്ടോപ്പൊക്കെ നമ്മൾ കയ്യിൽ കൊണ്ടുപോകുന്നതെങ്കിൽ വലിയ സ്റ്റാൻഡ് വയ്ക്കാൻ സ്റ്റോറേജ് ഇല്ലെങ്കിൽ ഇങ്ങനത്തെ മേടിച്ച് വെച്ചാൽ ചെറിയൊരു സ്പേസ് മതി ഈ ഒരു സ്റ്റാൻഡിന്. അപ്പോൾ നമുക്ക് അടുത്ത ഗാഡ്ജറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലാമ്പ് USB, അതായത് 3 മോഡുള്ള ലാമ്പാണ്. USB റീചാർജബിൾ ഹാങ്ങിങ് ബൾബാണ്.
അത് ഒരു ചെറിയ ബൾബ്, അതായത് നമ്മൾ ഈ ഒരു ടൈപ്പ് സി ഉപയോഗിച്ച് ചാർജ് ചെയ്യാം. ടൈപ്പ് സി ഉപയോഗിച്ച് USB A വഴി നമ്മൾ ഒരു സാധാ മൊബൈൽ ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വർക്ക് ചെയ്യിപ്പിക്കാം. 3 മോഡുണ്ട്, അതായത് ഹൈ മോഡ്. ഞാൻ 2 വട്ടം വരയ്ക്കുന്നത് മീഡിയമാണ്. 3 വട്ടം വരയ്ക്കുന്നത് ഭയങ്കര ലോ, അതായത് പവർ കുറഞ്ഞ മോഡാണ്. ഈ ഒരു ഇതിന് ഞാനിപ്പോൾ കാണിക്കുന്ന ആ ഒരു ഭാഗത്താണ് നമ്മൾ ചാർജ് ചെയ്യേണ്ടത്. അവിടെ ചാർജ് ചെയ്തതിന് ശേഷം ഒരു പവർ ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ഈ ഒരു ബൾബ് ഓൺ ആക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഷോർട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 2ാമത്തെ മോഡിലോട്ടും, പിന്നെ ഷോർട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 1ാമത്തെ മോഡിലോട്ടും പോവാം. പിന്നെ ഷോർട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബൾബ് ഓഫാവും. പിന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ഓണാക്കി യൂസ് ചെയ്യാം. ഇതിന് ഹാങ്ങിങ്ങിൻ്റെ ആ ഒരു ഭാഗമുള്ളതുകൊണ്ട് തന്നെ ടെൻറ്റിലൊക്കെ ഇത് തൂക്കിയിടാൻ വളരെ യൂസ്ഫുള്ളാണ്. ക്യാമ്പിംഗ് എസെൻഷ്യൽ ആണ്, ക്രിയേറ്റീവ് ഹുക്ക് ഡിസൈനാണ് ഈ ഒരു ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഒരു ഹാങ് ചെയ്ത് എവിടെ ആണെങ്കിലും കയ്യിലൊക്കെ നമ്മുടെ പാൻറ്റിൻ്റെ ആ ഒരു സ്ഥലത്തൊക്കെ നമുക്ക് കൊളുത്തിടാം. അതായത് ബെൽറ്റ് ഇടുന്ന ആ ഒരു ഗ്യാപ്പിൻ്റെ ആ ഒരു സ്ഥാനത്ത് നമുക്ക് കൊളുത്തിടാം. അപ്പോൾ 175 mm പിന്നെ 65 mm ഒക്കെയാണ് ഇതിൻ്റെ ലെങ്ത്തും ഡീറ്റെയിൽസൊക്കെ വരുന്നത്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അകത്ത് ലോ ലൈറ്റിലാണ് നമ്മൾ ഇടണമെങ്കിൽ 5 മണിക്കൂറും, മീഡിയത്തിലാണ് ഇടണമെങ്കിൽ 3 മണിക്കൂറും, അതുപോലെ തന്നെ ഹൈയിലാണ് ഇടണമെങ്കിൽ 2 മണിക്കൂർ വരെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ചാർജ് നിൽക്കുന്നത്. നമ്മൾ ലോയിലിട്ടിട്ടായാലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നല്ല വിട്ടം തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇതിന് വന്നിട്ടുള്ള വില എന്ന് പറയുന്നത് 205 രൂപയാണ്. അത് നല്ല റേറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളിത് പർച്ചേസ് ചെയ്യുക. ക്യാമ്പിങ്ങിനാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുക. എല്ലാത്തവരും ഉപയോഗിക്കും. വീടിന് പുറത്തൊക്കെ ഭംഗിക്കായിട്ടൊക്കെ നമുക്ക് ഈ ഒരു ലൈറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത പ്രൊഡക്റ്റിലോട്ട് പോവാം. ഇതും ഒരു ക്യാമ്പിങ്ങൊക്കെ ട്രാവലിങ്ങും ക്യാമ്പിങ്ങൊക്കെ ചെയ്യണവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗാഡ്ജറ്റ് തന്നെയാണ്. ഇതൊരു സോപ്പ് കേസാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു എയർപോർട്ട് കേസ് പോലെ തോന്നും, പക്ഷേ ഇതൊരു സോപ്പ് കേസാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ സോപ്പ് 125 ഗ്രാം വരെയുള്ള സോപ്പൊക്കെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അകത്ത് നമ്മൾ ഇട്ട് വയ്ക്കാൻ സാധിക്കും. അതും ലീക്കൊന്നും ഇല്ലാണ്ട് തന്നെ നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. ലീക്കൊന്നും ഇല്ലാണ്ട് സ്ട്രോങ് ആയിട്ട് തന്നെ ടൈറ്റായിട്ട് നമുക്ക് ഈ ഒരു സോപ്പൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് വയ്ക്കാം. കാരണം ബാഗിലൊക്കെ വെക്കുമ്പോൾ നമ്മളിപ്പോൾ സോപ്പ് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാഗിലൊക്കെ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ അത് പറ്റില്ല, പേപ്പറൊന്നും പൊതിഞ്ഞിടാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ചെറിയൊരു സ്ഥലത്ത് നമുക്ക് സോപ്പൊക്കെ അടിപൊളിയായിട്ട് തന്നെ വയ്ക്കാം. പുതിയ സോപ്പ് ഇങ്ങനെ മേടിക്കേണ്ട ഒരു സോപ്പ് തന്നെ ഇതുപോലെ അതിൻ്റെ ആ ഒരു ലോക്ക് പ്രസ് ചെയ്യാനുള്ള ബട്ടൺ ഞാൻ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോക്ക് തുറന്നതിന് ശേഷം ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന് വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല. പാക്കേജിൻ്റെ വെയിറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഹൈറ്റും ബ്രെഡ്ത്തൊക്കെ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ മീഷോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന് വരുന്ന വില എന്ന് പറയുന്നത് 117 രൂപയാണ്. 3.8 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് അടുത്ത പ്രൊഡക്റ്റ്. അപ്പോൾ നമുക്ക് അടുത്ത പ്രൊഡക്റ്റിലോട്ട് പോവാം. നമ്മൾ നേരത്തെ കണ്ട പ്രൊഡക്റ്റ് ക്യാമ്പിങ്ങിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതിന് വില ഒരു 500, അതായത് 300-ലൊക്കെ താഴെയാണ്. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വില എന്ന് പറയുന്നത് 761 രൂപയാണ്, അതും 4 സ്റ്റാർ റേറ്റിങ്ങിൽ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കാം. ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗെയിമൊക്കെ കളിക്കുന്നവരാണെങ്കിൽ ഫോണൊക്കെ ഓവർ ഹീറ്റ് ആവും. അപ്പോൾ ആ ഒരു ഓവർ ഹീറ്റിനെ കുറയ്ക്കാനായിട്ട് ഇവിടെ ഞാനിപ്പോൾ കാണിക്കുന്ന ആ ഒരു ഭാഗത്ത് ഒരു ഫാൻ ഉണ്ടാവും. ആ ഒരു ഫാൻ നിങ്ങളുടെ ഫോണിൻ്റെ ഉള്ള ചൂട് വലിച്ച് പുറത്തോട്ട് കളഞ്ഞിട്ട് പുറത്തുള്ള ഒരു തണുത്ത കാറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഫോണിലോട്ട് അടിച്ച് ആ ഒരു ഫോണിനെ തണുപ്പിക്കും. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിക്കൊന്നും അധികം ഹീറ്റ് ആവാണ്ട് നമുക്ക് സംരക്ഷിക്കാം. ചൂടൊക്കെ എടുത്ത് ഈ ഒരു സാധനം കളഞ്ഞോളുമല്ലോ. പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതിന് 2 ഗിയറാണ്. 2 ഗിയറിനാണ്, അതായത് 2 മോഡുണ്ട്. സ്പീഡ് കൂടുതലും സ്പീഡ് കുറവുള്ള മോഡൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു കേബിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഫോണിലോട്ട് കണക്ട് ചെയ്യുക. പിന്നെ ഇത് സെൽഫി സ്റ്റിക്കും ട്രൈപോഡൊക്കെ കണക്ട് ചെയ്യുന്ന പോലെ തന്നെ ഫോണിലോട്ട് വെച്ചതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ശബ്ദം തീരെ ഉണ്ടാവില്ല. സെമി കണ്ടക്ടർ ടെക്കും പിന്നെ ഏത് ഫോണിലാണെങ്കിലും യൂസ് ചെയ്യാം. 2 കൂളിംഗ് മോഡുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആണ്. 2 സ്പീഡ് പവറും അതൊക്കെ സെയിമാണ്. ഈ ഒരു പ്രൊഡക്റ്റിന് നല്ല വില കൂടുതലാണെന്ന് പറയുന്നവരുണ്ടാവും, കുറവാണെന്ന്. പക്ഷേ
ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഫോൺ ചൂടായി ബാറ്ററിയൊക്കെ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ അത് മാറാൻ നല്ല കാശ് ചിലവുണ്ട്. പക്ഷേ ഈ ഒരു ഫാൻ വയ്ക്കുകയാണെങ്കിലും നിങ്ങൾക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാം. ഗെയിമിംഗ് ഫോണൊക്കെ ആണെങ്കിലും ഹീറ്റിംഗ് ഉണ്ടാവും ചെറുതായിട്ട്, അതൊക്കെ കുറയ്ക്കാം ഈ ഒരു ഫാൻ വെച്ച്. മുഴുവൻ ചൂട് കളയുന്നില്ല, ചെറുതായിട്ട് ആവശ്യത്തിന്. അതിൽ നിന്ന് ഓവർ ഹീറ്റ് ആവില്ല, ചെറിയൊരു ഹീറ്റ് ഉണ്ടാവും, എന്നാലും ആ ഒരു ഹീറ്റിനെ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം.